ദൈവത്തിന് സ്തോത്രം. വീണ്ടും ദൈവവചനവുമായിട്ട് നിൽക്കുവാനുള്ളൊരു ഭാഗ്യം ദൈവം എനിക്ക് തന്നു. സമാധാനത്തോടെ, സന്തോഷത്തോടെ, ഹൃദയത്തിൽ നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഇത്ര വലിയൊരു ഭാഗ്യം എനിക്ക് തന്ന ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. തകർന്നു പോയൊരു ജീവിതമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. സകലവിധ മ്ലേച്ഛതയും യൗവനകാലത്ത് കയറിക്കൂടി സന്തോഷിക്കുക, സുഖിക്കുക, ആനന്ദിക്കുക എന്നുള്ള ആ ഒരു കാര്യത്തിൽ ഉറച്ച് ഞാൻ ജീവിച്ച മനുഷ്യനാണ്. എന്തുകൊണ്ടോ ദൈവം എന്നെ സ്നേഹിച്ചു, എനിക്കിന്നും കണ്ടെത്താൻ കഴിയാത്ത കാര്യമാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഇളയ സഹോദരൻ പിന്നീട് മാനസാന്തരപ്പെട്ടു. ബാക്കി ആർക്കും ഇത് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. എനിക്ക് കൂട്ടുകാരുണ്ടായിരുന്നു, അവർക്കാർക്കും ഇത് പിടികിട്ടിയില്ല. പക്ഷേ എനിക്ക് ഈ വലിയ സമാധാനം, ഇത്രത്തോളം ആയുസ് ജീവിക്കാനുള്ള ഭാഗ്യം എനിക്ക് തന്നു. ഈ ജീവിതത്തിൽ അനുഭവിക്കേണ്ട ഓരോ കാര്യവും അനുഭവിക്കാൻ ദൈവം എനിക്ക് കൃപ തരുന്നു. സ്തോത്രം. ദൈവം നല്ലവനാണെന്ന് എൻ്റെ നാവ് ഏറ്റുപറയുന്നു. അനേകരോട് ഈ സത്യം തുറന്നു പറയുകയാണ്. ഇത് അസാധ്യമായ കാര്യമാണ്, ഇത് അപൂർവമായ കാര്യമൊന്നുമല്ല. സ്വർഗരാജ്യം കടന്നു ചെല്ലുമ്പോൾ മാത്രമല്ല, ഇവിടെ വച്ചും സ്വർഗരാജ്യം. ജീവനുള്ള ക്രിസ്തു എവിടെയുണ്ടോ അതാണ് സ്വർഗം. കർത്താവായ യേശു ക്രിസ്തുവിനെ നിർബന്ധമായും വിളിച്ച് ക്ഷണിച്ച് എൻ്റെ ഹൃദയത്തിലേക്കും എൻ്റെ ജീവിതത്തിലേക്കും വരുത്താനുള്ള വലിയൊരു തത്രപ്പാടിലാണ് ഞാനും. എൻ്റെ ദൈവത്തിന് എൻ്റെ ജീവിതം കൊടുത്ത് ഞാൻ പുറകോട്ട് മാറാൻ കൊതിക്കുന്ന ഒരു മനുഷ്യനാണ്. ദൈവത്തിന് സ്തോത്രം. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം ഈ വചന കേൾവിയാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം ആത്മാവിൽ എവിടെ പ്രസംഗിച്ചാലും അത് മനുഷ്യ ഹൃദയത്തെ കുത്തുകൊള്ളും. പാറ പോലുള്ള മനുഷ്യൻ്റെ ഹൃദയം അറിയാൻ തുടങ്ങും. അതുവരെ കാണാത്ത ക്രിസ്തുവിനെക്കുറിച്ചുള്ള വലിയൊരു കാഴ്ചപ്പാട് അവന് കിട്ടും. അവൻ്റെ സൃഷ്ടാവ് ജീവനുള്ള ദൈവമാണെന്നും ആ ദൈവം എൻ്റെ സ്നേഹത്തിനു വേണ്ടി കൊതിക്കുന്നുവെന്നും ആ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യമെന്നും ഈ ഭൂമിയിൽ എനിക്ക് കിട്ടിയ കാലം ദൈവത്തെ മാനിച്ചും ബഹുമാനിച്ചും ആദരിച്ചും സ്നേഹിക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതെന്നും മനസ്സിലാക്കുമ്പോൾ അവൻ തല താഴ്ത്തുന്നു. അവൻ ജീവനുള്ള ക്രിസ്തുവിൻ്റെ മുമ്പിൽ തല കുനിക്കുന്നു. താവേ, കഴിഞ്ഞ കാലങ്ങൾ പാഴായിപ്പോയി, തെറ്റിപ്പോയി, ക്ഷമിക്കണം, ഇനിയുള്ള കാലം ഞാൻ അങ്ങനെ ജീവിക്കില്ല. ഇതാണ് പ്രിയരെ മാനസാന്തരം എന്ന് പറഞ്ഞത്. എനിക്ക് കിട്ടിയ 22ാമത്തെ വയസ്സിൽ ലഭിച്ച ആ മാനസാന്തരം നിലനിർത്താനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അനേക വർഷങ്ങൾ കഴിഞ്ഞു, എന്തെല്ലാം പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നു. പക്ഷെ അവിടെയൊന്നും വീണപ്പോഴും തളരാതെ, നിരാശപ്പെടാതെ, പിന്മാറിപ്പോകാതെ എന്നെ ചേർത്ത് നിർത്തിയ ആ സ്വർഗീയ സ്നേഹത്തെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. കർത്താവ് അനുകൂലമായതുകൊണ്ട് എല്ലാ കാര്യം ഇതുവരെ നടത്തുന്നു. നമുക്ക് വേദസ്വരു വാക്യം നമുക്ക് വായിച്ചാൽ ഗലാത്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണെങ്കിലും നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഗലാത്യർ 3:1. ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര്? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 2 കാര്യമാണ് പറയുന്നത്. ഒന്ന് അതിമനോഹരമായൊരു കാര്യമാണ്. യേശുക്രിസ്തു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വരച്ച് കെട്ടിക്കൊടുക്കുന്നു. സാധാ മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ മുമ്പിലുള്ളത് ലോകമാണ്. അവൻ്റെ മുമ്പിലുള്ളത് സുഖ സൗകര്യങ്ങളാണ്, സ്ഥാനങ്ങളും മാനങ്ങളും പദവികളും സമ്പത്തും സുഖകരമായൊരു ജീവിതം സ്വപ്നം കൊണ്ട് അതിനുവേണ്ടി തത്രപ്പെട്ട് ഓടി കിടക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെയുള്ള ജീവിക്കുന്ന ഒരു മനുഷ്യനിൽ നിന്ന് ഒരുവനെ വിളിച്ച് വേർതിരിക്കുന്നു. അവന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് അവൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ജീവനുള്ള ക്രിസ്തുവിനെ വരച്ച് കെട്ടി അവന് കാണിച്ചു കൊടുക്കുന്നത്. ഇതുവരെ 1-ാം സ്ഥാനമായിരുന്നത് ലോകം, 1-ാം സ്ഥാനമായിരുന്നത് സുഖ സൗകര്യങ്ങൾ, 1-ാം സ്ഥാനമായിരുന്നത് ഈ ലോകത്തിൻ്റെ സ്ഥാനങ്ങളും മാനങ്ങളും പദവികളും സമ്പത്തുമായിരുന്ന വ്യക്തിയുടെ കണ്ണിന് മുമ്പിൽ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നു. അവന് ഭയങ്കര അത്ഭുതം. ഇതെങ്ങനെ സാധിച്ചു? പ്രിയപ്പെട്ടവർ, ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറഞ്ഞാൽ അതാണ്. കണ്ണിൻ്റെ മുമ്പിൽ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനെ വരച്ചു കെട്ടിത്തരുന്നു. എനിക്ക് വേണ്ടി എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന, എനിക്ക് വേണ്ടി ജീവനെ തന്ന ആ ക്രിസ്തുവിനെ കാണാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിക്കുന്നു. അത്യപൂർവമായൊരു ഭാഗ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വീണ്ടെടുക്കപ്പെടുന്ന എല്ലാവർക്കും അത് കിട്ടുന്നുണ്ടെങ്കിലും അത് ഫെയ്ഡ് ചെയ്തു പോകുന്നു.
അതാണ് അപ്പോസ്തലൻ സങ്കടത്തോട് പറയുന്നു, ഒരിക്കൽ നിങ്ങൾക്ക് ഈ അനുഭവം പരിശുദ്ധാത്മാവ് തന്നതാണ്, പക്ഷേ അത് മാഞ്ഞുപോയി. എങ്ങനെ മാഞ്ഞുപോയി? പിശാച് നിങ്ങളെ ക്ഷുദ്രം ചെയ്തു മയക്കി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഈ സമൂഹത്തിൽ നമുക്ക് ഏതാണ്ട് 3 ടൈപ്പ് ആൾക്കാരെ കാണാൻ പറ്റും. എൻ്റെ ചിന്താഗതിയാണ്. ഒന്ന്, ദൈവത്തെ അറിയാത്തവർ, മാനസാന്തരത്തിന് വിലയില്ലാത്തവർ, അവരുടേതായ ചിന്താഗതി ശരിയെന്ന് പറഞ്ഞു പോകുന്ന ഒരു കൂട്ടം ജനമുണ്ട്. അവർക്ക് നിത്യത ഒരു വിഷയമല്ല, സ്വർഗരാജ്യം ഒരു വിഷയമല്ല, യേശുക്രിസ്തു രണ്ടാമത് വരുമെന്ന് അവർക്കൊരു ചിന്താ വിഷയമേ അല്ല. സ്വർഗവും നരകവും ഇവിടെ തന്നെയാണെന്നാണ് പറയുന്നത്. അവർ ചെയ്യുന്ന പാപമാണെന്ന് വേദപുസ്തകം പറഞ്ഞാലും അവരെ സംബന്ധിച്ചത് പാപമല്ല. അവർക്ക് അവരുടേതായ പ്രമാണങ്ങളുണ്ട്, അവരുടേതായ ശരികളുണ്ട്. അവർ വചനങ്ങളൊന്നും കേൾക്കാൻ വരുന്നവരല്ല. അവർക്ക് ഒരു എത്തിക്സ് മനോഭാവമാണ്. എന്തെങ്കിലും പ്രിയപ്പെട്ടവർ, അവരുടേതായ ചിന്താഗതിയിൽ ജീവിക്കുന്നു. അവർക്ക് വചനമൊന്നും വിഷയമുള്ള കാര്യമല്ല. എന്നാൽ രണ്ടാമതൊരു കൂട്ടമുണ്ട്, അതൊരു ന്യൂനപക്ഷമാണ്. അവർ വചനം കേൾക്കുന്നു, അവർക്കൊരു മനസാന്തരം കിട്ടുന്നു, അവർക്കൊരു സമാധാനം ലഭിക്കുന്നു, ഇതുവരെ ശീലിച്ചു പോയ പല പാപത്തിൽ നിന്ന് നമുക്കൊരു മോചനം കിട്ടുന്നുണ്ട്, അവർക്കൊരു സമാധാനം അനുഭവിക്കുന്നുണ്ട്. കൊള്ളാമല്ലോ, നല്ല ജീവിതമാണല്ലോ, ഇങ്ങനെ പോകുന്ന നല്ലതാണ്. അപ്പോൾ ഒരു കൂട്ടായ്മയോട് ഒരു ചേർന്ന് നിൽക്കുന്നു, വചനത്തോട് താല്പര്യമുണ്ട്, ഇതുവരെ ഇല്ലാത്ത പ്രാർത്ഥനകൾ തുടങ്ങുന്നുണ്ട്, എല്ലാം ശരിയായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. എന്നാൽ അത് നിലനിർത്താൻ അവർക്ക് സാധിക്കുന്നില്ല. ആ കിട്ടിയ അനുഭവം നിലനിർത്താൻ അവർക്ക് കഴിയുന്നില്ല. മൂന്നാമൊരു കൂട്ടമുണ്ട്, കിട്ടിയത് എന്തെങ്കിലും വന്നാലും ശരി, എന്ത് വില കൊടുത്താലും ശരി, വീണാലും ശരി, തോറ്റുപോയാലും ശരി, എനിക്കത് നേടിയെടുക്കണം എന്നുള്ള നിർബന്ധം. മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ബലാത്കാരികൾ സ്വർഗരാജ്യം ബലാത്കാരം ചെയ്യുന്നു. ഇതെല്ലാവർക്കും കിട്ടുന്ന കാര്യമൊന്നുമല്ല. തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്, വിളി ലഭിച്ചവർ, പക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. അങ്ങനെയുള്ളവർക്ക് പോലും അതിൽ ബലാത്കാരം ചെയ്ത് നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ് സ്വർഗരാജ്യം, ജീവനുള്ള ക്രിസ്തു. ആ ബലാത്കാരം ചെയ്യുന്ന ഒരു വളരെ ന്യൂനപക്ഷത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അത് നിലനിർത്തുക. ക്രൂശിക്കപ്പെട്ട യേശുവിനെ കണ്ണിൻ്റെ മുമ്പിൽ പരിശുദ്ധാത്മാവ് വരച്ച് കെട്ടി തന്നത് നിലനിർത്തിക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുക. അപ്പോൾ പാപം തൊടുവില്ല, പിശാച് 7 വിലക്കത്ത് വരികയില്ല, പിശാചുമായിട്ട് ബന്ധമൊന്നുമില്ല, അവൻ്റെ പ്രേരണകൾ നമ്മളെ ഏശുകയില്ല. പിശാചിനെ എത്തിപ്പിടിക്കാൻ വയ്യാത്ത രീതിയിൽ സ്വർഗത്തിൻ്റെ തീമതിൽ സംരക്ഷണവും സ്വർഗത്തിൻ്റെ വേലിക്കെട്ടുമുള്ള അതിമനോഹരമായൊരു ജീവിതം. ഒന്നുകൂടെ പറഞ്ഞാൽ, ഭൂമിയുടെ ആകർഷണ പരിധിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഒരു ജീവിതം. ഏത് സമയത്തും കർത്താവ് വിളിച്ചാൽ പറക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ജീവിതം. ഏത് സമയത്തും കർത്താവ് രണ്ടാമത് വന്നാൽ ആകാശമയങ്ങളിലേക്ക് എടുക്കപ്പെടാൻ പറ്റി ഭൂമിയുമായിട്ട് അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ലാത്ത മനോഹരമായ ജീവിതം. അത് വളരെ അപൂർവമായൊരു കാര്യമാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഈ ആത്മീയം തന്നെ പലരും പല രീതിയിലാണ് കാണുന്നത്, പല രീതിയിലാണ് അനുഭവിക്കുന്നത്, പല രീതിയിലാണ് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ വേദപുസ്തകം എന്തു പറയുന്നു? കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ പിന്നെയും വന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. എവിടെ? ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന്. നിങ്ങൾക്കൊരു താണ നിലവാരമല്ല. ഞാൻ വലിയ വിശുദ്ധനായ ദൈവമാണ്, നിങ്ങൾ എൻ്റെ പ്രജകളാണ്, നിങ്ങൾ എൻ്റെ കൈപ്പണിയാണ്, നിങ്ങളെ വേറെ സ്ഥലത്തല്ല ഇരിക്കുന്നത്. ഞാൻ പിതാവായ ദൈവം എന്നെ മാനിക്കുന്ന അതേ മാനം ഞാൻ നിങ്ങൾക്ക് തരും. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ദൈവമേ, എന്തായി പറയും, ഈ സ്നേഹം എത്ര വലുത്! ആ വലിയ സ്നേഹമാണ്. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളിരിക്കണം. ഇന്നത്തെ ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് അവിടെ പോകാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, കർത്താവെ, എനിക്ക് ആയുസ് നീട്ടിത്തരണം. വേറൊന്നിനും വേണ്ടിയല്ല. ഈ വലിയ ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയ നടക്കണമെങ്കിൽ ഈ ആയുസ് പോരല്ലോ കർത്താവെ. നിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ വ്യാപരിച്ച്, പാപത്തിൻ്റെ ആത്മാവ് വ്യാപരിച്ചാൽ മാത്രമേ ഇന്നും മറിഞ്ഞു കിടക്കുന്ന അനേക പാപപ്രവണതകൾ കാണാൻ പറ്റുള്ളൂ. പ്രകടമായ പാപം മാറി എന്നുള്ളതുകൊണ്ട് സന്തോഷിക്കാൻ ഒന്നുമില്ല. പ്രവണതകൾ നിൽക്കുന്നു. ഒരു അനുകൂല സാഹചര്യം വരുമ്പോൾ ഈ പാപം തലപൊക്കും. അപ്പോഴാണ് അറിയുന്നത്, അയ്യോ, ഇതുണ്ടായിരുന്നല്ലോ എന്നുള്ളത്. നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലാകുന്ന കാര്യമാണ്. നല്ല ഒരു അനുഭവമുള്ളവനായിരുന്നു ദാവീദ്. ആ ദാവീദ് ചെറുപ്പകാലമൊക്കെ വളരെ മനോഹരമായ ജീവിതം, പാട്ടും പാടിക്കൊണ്ട് ആടുകളെ നോക്കിയൊരു കാലം ഉണ്ടായിരുന്നു. ദൈവവനെ ഉയർത്തി, അവർക്ക് കൊട്ടാരം കൊടുത്തു, അധികാരം കൊടുത്തു, സമ്പൽ സമൃദ്ധി കിട്ടു, സുഖലോ എല്ലാ സൗകര്യങ്ങളും കൊടുത്തു. 40 വയസ്സ് കഴിഞ്ഞ് കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടപ്പോൾ ആത്മീയമെല്ലാം തകർന്ന് തരിപ്പണമായിപ്പോയി. എന്തേ കാര്യം? എൻ്റെ പ്രിയപ്പെട്ടവരെ,
മനുഷ്യനാണോ ഈ പാപത്തിൻ്റെ ആസക്തിയെല്ലാം അവൻ്റെ ഉള്ളിലുണ്ട്. അതവിടെ ഉറങ്ങിക്കിടക്കും. അത് ഞാൻ തിരിച്ചറിയണം. അതാണ് ആത്മികൻ എന്ന് പറയുന്നത്. എൻ്റെ ഉള്ളത്തിൽ സാധാ മനുഷ്യനുള്ള സകല പ്രവണതകളുമുണ്ട്. എൻ്റെ യൗവനകാലത്തിൽ ഞാൻ ചെയ്തു കൂട്ടിയ സകല പാപം നോക്കിയാൽ അറിയാം എൻ്റെ പ്രവണതകളുടെ വേര് എവിടെയൊക്കെയാണ് കിടക്കുന്നതെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതെല്ലാം അവിടെ കിടപ്പുണ്ട്. ഒരു അനുകൂല സാഹചര്യം വരുമ്പോൾ ഇതെല്ലാം പൊങ്ങും. ഒരു സംശയക്കാര്യത്തിനകത്തില്ല. അത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് എൻ്റെ കർത്താവേ, എനിക്കിതിനൊരു പരിഹാരം തരണമേ. ദാവീദ് പ്രാർത്ഥിച്ച് നമുക്കറിയാം. എൻ്റെ ദൈവത്തിന് സ്തോത്രം, എൻ്റെ വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ഇന്ന് ശാശ്വതമാണെന്നൊക്കെ തോന്നും, പക്ഷേ വ്യസനത്തിലുള്ള അകത്തുണ്ട് കർത്താവേ, ഞാൻ അറിയുന്നില്ല. നിൻ്റെ നല്ല ആത്മാവ് എൻ്റെ മേൽ വ്യാപരിച്ച് ശരിക്കും എന്നെ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് എവിടെയെങ്കിലും പാപത്തിൻ്റെ വേരുകൾ ഉണ്ടെങ്കിൽ അതെനിക്ക് മാറ്റിത്തരണം. നിൻ്റെ ആത്മാവിനാൽ എനിക്ക് മാറ്റിത്തരണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം 2 അനുഭവങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ക്രൂശിക്കപ്പെട്ട യേശുവിനെ കണ്ണിൻ്റെ മുമ്പിൽ വരച്ചു കെട്ടിയ സ്തുതി നാവിലുള്ള പറന്ന് നടക്കുന്ന മനോഹരമായ ജീവിതം. 2 രണ്ടാമത്തെ കാര്യമാണ് അത് മാഞ്ഞുപോയ അനുഭവം. ദൈവത്തിന് സ്തോത്രം. കണ്ണിൻ്റെ മുമ്പിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, അത് പരിശുദ്ധാത്മാവ് തരുന്ന വലിയൊരു ഭാഗ്യമാണ്. പരിശുദ്ധാത്മാവത്തെ മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. അവൻ്റെ താല്പര്യങ്ങൾ വീണ്ടും പഴയതിലേക്ക് പോകാതിരിപ്പാൻ, അവനെ സമാധാനം കൊണ്ട് നിറയ്ക്കുവാൻ, അവന് നാവിൽ സ്തുതി കൊടുത്തുവിട്ട് അവന് പ്രാർത്ഥിക്കാനുള്ള ആ ഏകാഗ്രത കൊടുത്ത്, വചനത്തോടുള്ള താല്പര്യം കൊടുത്ത്, ആ കിട്ടിയത് മാഞ്ഞു പോകാതിരിപ്പാൻ യേശുക്രിസ്തുവിനുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും കൊണ്ട് ഹൃദയം നിറയുന്ന അതിമനോഹരമായ ജീവിതമാണ് ആ ജീവിതം എന്ന് പറയുന്നത്. അതാണ് പരിശുദ്ധാത്മാവ് തരുന്ന വലിയൊരു ഭാഗ്യമാണ്. എന്നാൽ ഈ കണ്ണിൻ്റെ മുമ്പിൽ കിടക്കുന്ന ഈ കാഴ്ചപ്പാട് ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വലിയ സ്വർഗീയമായ സൗഭാഗ്യം അനുഭവിക്കുന്ന കാണുമ്പോൾ പിശാചിന് സഹിക്കാൻ പറ്റുകയില്ല. അവൻ എങ്ങനെയും തകർത്ത് കളയാൻ നോക്കും. അവനത് നശിപ്പിച്ച് കളയാൻ നോക്കും. അതിനെന്ത് ചെയ്യും? ഏകാഗ്രതയും നിർമ്മലതയും നഷ്ടപ്പെടുത്തി കളയും. നമുക്ക് കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോൾ അറിയാം. 2 കൊരിന്ത്യർ 11:2 പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ നിങ്ങളെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. എന്നാൽ സർപ്പം ഹൗവയെ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങൾക്കുള്ള ഏകാഗ്രതയും നിർമ്മലതയും നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എൻ്റെ പ്രിയരെ, ഞാൻ ഭയപ്പെട്ടു പോയൊരു വാക്യമാണ്. ക്രിസ്തു നിനക്കൊരു വലിയ വാഗ്ദാനം തന്നു. മണവാട്ടിയാക്കാനുള്ള വാഗ്ദാനം തന്നു. സ്വന്തം മണവാട്ടിയാക്കാൻ ആ മണവാളൻ എന്നെ അംഗീകരിച്ചു. ഞാൻ ആരാണ്? എവിടെ കിടന്നവനാണ്? എൻ്റെ കണ്ണെങ്ങോട്ടൊക്കെയാണ് നോക്കിയത്? എൻ്റെ കൈകൾ എന്തൊക്കെയാണ് പിടിച്ചത്? ഞാൻ നടന്നത് എങ്ങോട്ടൊക്കെയാണ്? എൻ്റെ ചിന്തകൾ എന്തായിരുന്നു? എൻ്റെ സ്വപ്നം എന്തായിരുന്നു? ഞാൻ എവിടെയാണ് സന്തോഷിച്ചിരുന്നത്? എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു? ഏറ്റിലെ കുഴിക്കകത്തല്ലായിരുന്നു ഞാൻ കടന്നിരുന്നത്? ആ എന്നെയാണ് എൻ്റെ ദൈവം പറഞ്ഞ്, ഞാൻ നിന്നെ മണവാട്ടിയാക്കാം. വിവാഹ മോതിരം പോലും മാറി. അതാണ് പരിശുദ്ധാത്മാവ് നൽകുവരെന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ പരിശുദ്ധാത്മാവിനെ തന്നിട്ട് ബന്ധനം അഴിച്ചിട്ട് കെട്ടുകൾ പൊട്ടിച്ചിട്ട് സ്തുതിച്ചോളാൻ പറഞ്ഞിട്ട്, നീ എന്നെ നോക്കിക്കൊള്ളാൻ പറഞ്ഞിട്ട് എന്നെ നടത്തിയ ഒരു ദൈവപൈതൽ. എത്ര പെട്ടെന്നാണ് പിശാച് ക്ഷുദ്രം ചെയ്യുന്നത്. ഈ ആദ്യ സ്നേഹം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും കുറേ കഴിയുമ്പോൾ നമ്മുടെ പാപ പ്രവണതകൾ പതുക്കെ പൊങ്ങി വരുന്നു. നമ്മൾ ദൈവത്തോടുള്ള ഏകാഗ്രതയെ നിലനിർത്താൻ സാധിക്കാതെ വരുമ്പോൾ അലസത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ജീവിക്കണോ? സാരമില്ല, ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇങ്ങനെ അങ്ങ് പോയേച്ചാൽ മതി, വലിയ ശുദ്ധീകരണമൊന്നും പോത്തിന് പോകണ്ട എന്നൊരു ചിന്ത പിശാച് കൊണ്ടുത്തരും. ഇതാണ് ക്ഷുദ്രം ചെയ്ത് മയക്കുക എന്ന് പറഞ്ഞത്. അങ്ങനെ ഈ ലോകത്തിലല്ലേ ജീവിക്കുന്നത്? നമുക്ക് ഉത്തരവാദിത്വമൊക്കെ ഇല്ലേ? നമ്മളതിനു വേണ്ടി അധ്വാനിക്കണ്ടേ എന്നുള്ള ചിന്തകൾ. ദൈവം പറഞ്ഞു, മുമ്പേ എൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടി നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ഭൂമിയിലെ കാര്യം നിങ്ങൾ ആവലാതിപ്പെടേണ്ട, നിങ്ങൾ വിചാരപ്പെടേണ്ട, അത് ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾക്ക് പാഠത്തിനായിട്ട് ഇസ്രായേൽ ജനം ഇസ്രായേലിൽ നടത്തിയപ്പോൾ അവരെ നടത്തിയത് ആരാണ്? അവർക്ക് ഭക്ഷണം കൊടുത്തത് ആർക്കാണ്? അവർക്ക് തീവയുടെ വെയിലെ കൊള്ളാതിരിക്കാൻ അവർ ചെയ്തത് ആരാണ്? അവർക്ക് രാത്രിയിൽ വെളിച്ചം കൊടുത്തത് ആരാണ്? അവരുടെ ചെരുപ്പിൻ്റെ വാറ് പൊട്ടാതെ കാത്തത് ആരാണ്? അവരുടെ വസ്ത്രം ജീർണിച്ചു പോകാതെ കാത്തത് ആരാണ്? അവരെ ഞാനല്ലയോ നടത്തിയത്? എൻ്റെ മകനെ, ഞാൻ വീണ്ടെടുത്ത ദൈവവൈതലെ, നിൻ്റെ ഭൗതിക കാര്യങ്ങൾ നോക്കാൻ ഞാൻ ശക്തനല്ലേ? ദൈവം ചോദിക്കുകയാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇതിങ്ങനെ ഉണ്ടെങ്കിലും വേറൊരു വചനം പിശാച് കൊടുക്കും. നീ അധ്വാനിക്കണ്ടേ? നിൻ്റെ കാര്യം നീ നോക്കണ്ടേ?
ദൈവം തരുമെന്ന് പറഞ്ഞൊക്കെ ശരി തന്നെയാണ്. എങ്കിലും നീ അധ്വാനിക്കണ്ടേ, ലോകത്തിൽ കുറേ പണം സമ്പാദിക്കണ്ടേ? ലോത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് വ്യാപരിക്കുന്നു. അബ്രാമിനോട് കൂടി ചേർന്ന് നിന്ന ലോത്തിന് അത്ര വലിയ ആത്മീയ പാരമ്പര്യമൊന്നും ഇല്ലെങ്കിലും അബ്രാം സമ്പന്നനായ പോലെ എനിക്കും സമ്പത്തുണ്ടാകുന്നതിൽ എന്താ തെറ്റെന്ന് ലോത്ത് ചിന്തിച്ചു. തെറ്റാണെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ ആ ലോത്ത് നഷ്ടപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്, അബ്രഹാമിൻ്റെ സംസർഗം വിട്ട് കളഞ്ഞു. ലോത്ത് നഷ്ടപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്, അബ്രഹാമിൻ്റെ ദൈവത്തെ ലോത്ത് സമ്പാദിച്ചില്ല. നാളുകൾ അബ്രഹാമിൻ്റെ കൂടെ നടന്നെങ്കിലും അബ്രഹാമിൻ്റെ ദൈവത്തെ കാണാൻ ലോത്തിന് കഴിഞ്ഞിട്ടില്ല. ഇന്ന് അനേകരെ ക്ഷുദ്രം ചെയ്ത് മയക്കുന്നത് അങ്ങനെയാണ്. ആത്മീയരായി നിൽക്കുന്നവരുണ്ട്, അവരനുഭവിക്കുന്നുണ്ട്, അവരുടെ സാക്ഷ്യങ്ങളുണ്ട്. എങ്കിലും അതിനെ ഓവർകം ചെയ്യാൻ ഈ ഭൗതികമായ കാര്യങ്ങളുടെ ഉള്ളത്തിലേക്ക് കടത്തിവിടുവാൻ പിശാച് ജയിച്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനേകർ തകർന്നു പോകുന്ന അവിടെയാണ്. വിശ്വാസക്കപ്പൽ തകർന്നു പോകുന്ന അവിടെയാണ്. ലോത്തിനു പറ്റിയ പരാജയം അബ്രഹാമിൻ്റെ ദൈവത്തെ പരിചയപ്പെട്ടില്ല. അബ്രഹാം വില കൊടുത്തത് ദൈവത്തെയാണ്, ദൈവത്തിൻ്റെ വചനത്തെയാണ്, അല്ലാതെ ആടുപാടുകളല്ല, സമ്പത്തല്ല. പക്ഷെ ലോത്ത് നോക്കിയപ്പോൾ അബ്രഹാമിൻ്റെ സ്വത്തിലേക്കാണ് കണ്ടുപോയത്, അബ്രഹാമിൻ്റെ ദൈവത്തെ കണ്ടില്ല. ഇന്ന് അനേകരും അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. ഭൗതികമായ ഉയർച്ച കണ്ടിട്ട് അതിൻ്റെ പിന്നാലെ പോവുകയാണ്. ഇതാണ് ക്ഷുദ്രം ചെയ്ത് മയക്കുക എന്ന് പറഞ്ഞാൽ. ഇത് പിശാചിൻ്റെ ആലോചനയാണ്. അവിടെ വചനം പറയുന്നുണ്ട്, നീ അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട, ഞാനതൊക്കെ നോക്കിക്കൊള്ളാം. എന്നാൽ അത് വിശ്വസിക്കത്തില്ല. അവിടെയാണ് അവിശ്വാസം കയറി വരുന്നത്, അവിടെയാണ് പിശാച് കയറി വരുന്നത്. ക്ഷുദ്രം ചെയ്ത് മയക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വലിയ അനുഗ്രഹമാണ് ദൈവം കൊടുത്തത്. എന്താണ് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞത്? ആരാണ്? തൃത്വത്തിൽ മൂന്നാമനായ ദൈവം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. ആ ദൈവം മനുഷ്യ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്നു. അല്ല, മനുഷ്യനെ സ്വർഗത്തിൽ കൊണ്ടുവന്ന് ഇരുത്തുന്നു. എഫേസ് ലേഖനത്തിൽ പറയുന്ന പോലെ മനുഷ്യനെ ഭൂമിയിൽ നിന്ന് ഉയർത്തുന്നു. മനുഷ്യനെ സാത്താൻ്റെ ബന്ധനത്തിൽ അവനെ ഉയർത്തുന്നു. അവന് പുതിയ പദവി കൊടുക്കുന്നു. അവൻ്റെ നാവിൽ സ്തുതി കൊടുക്കുന്നു. അവനിക്ക് ആരാധന കൊടുക്കുന്നു. അവന് ദൈവമായിട്ടുള്ള ബന്ധം കൊടുക്കുന്നു. അവന് ജീവൻ കൊടുക്കുന്നു. അവൻ്റെ ഭൗതിക കാര്യങ്ങളൊക്കെയും സ്വർഗം ഇടപെടുന്നു. അവന് സ്വർഗീയ കാവൽ കൊടുക്കുന്നു. മാലാഖമാരുടെ സംരക്ഷണം കൊടുക്കുന്നു. അവന് ദൈവമായിട്ടുള്ള ബന്ധം കൊടുക്കുന്നു. എൻ്റെ യേശുവേ എന്ന് വിളിക്കുമ്പോൾ ഉടനെ തന്നെ അതിന് ഉത്തരം കിട്ടുന്നുണ്ട്, ആ സാന്നിധ്യം കിട്ടുന്നുണ്ട്, ആ ബന്ധം കിട്ടുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ ഒരു സുഖകരമായ ഒരു അനുഭവം കിട്ടുന്നുണ്ട്. ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നു. ഒരു ചിന്തയും വരാതെ മുഴങ്കാലും അടക്കി എല്ലാം മറന്ന് ഉയരത്തിലേക്ക് പറക്കാൻ സാധിക്കുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് തരുന്ന അനുഭവം. എന്നാൽ ഈ അനുഭവം നഷ്ടമാക്കി കളയാൻ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുത്തി കളയാൻ ശത്രു എപ്പോഴും ജാഗരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ എപ്പോഴും നമ്മളെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെങ്കിലും ഇവൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തി കളയണം, എങ്ങനെങ്കിലും ഇവൻ്റെ ഏകാഗ്രത കളയണം, എങ്ങനെങ്കിലും ഇവന് ഭാരം കൊടുക്കണം, എങ്ങനെങ്കിലും ഇവന് വ്യാകുലങ്ങൾ കൊടുക്കണം. ഈ ലോകത്തിലേക്ക് അവൻ്റെ ഹൃദയത്തെ തിരിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി പിശാച് ഇങ്ങനെ ഉറങ്ങി നടക്കുകയാണ്. എന്നാൽ മനുഷ്യനത് മനസ്സിലാക്കുന്നില്ല. അവനെ വീഴിക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ ശക്തിയുണ്ടെന്ന് മനുഷ്യൻ തിരിച്ചറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എൻ്റെ ദൈവം എനിക്ക് തന്നതിൻ്റെ വില എന്താണ്, അത് മനുഷ്യൻ തിരിച്ചറിയുന്നില്ല. സ്വർഗം എനിക്ക് വേണ്ടി എന്ത് വിലയാണ് കൊടുത്തത്? തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് എൻ്റെ പാപം ചുമക്കാനാണ്. എനിക്കൊരിക്കലും പരിഹാരം വരുത്താൻ പറ്റാത്ത പാപങ്ങൾ. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പ്രിയപ്പെട്ടവരെ, പാപത്തിന് പിന്നെ വേറെ പരിഹാരം മനുഷ്യൻ ചെയ്യാൻ പറ്റത്തില്ല. പാപം ചെയ്യുന്ന മനുഷ്യന് അതിന് പരിഹാരം വരുത്താൻ പറ്റില്ല. കാരണം അവൻ്റെ ആത്മാവ് മരിച്ചു കഴിഞ്ഞു. അവൻ്റെ ആത്മാവ് മരിച്ചാൽ അവന് ദൈവമായിട്ട് അവന് ബന്ധം നഷ്ടപ്പെട്ടു പോയി. ആ ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട മനുഷ്യന് പരിഹാരം വരുത്താൻ സാധ്യമല്ല. അപ്പോൾ പാപം ചെയ്യാത്തൊരു മനുഷ്യൻ, അതിനാണ് ജീവനുള്ള ദൈവപുത്രൻ മനുഷ്യനായിട്ട് വന്നത്. പാപം ചെയ്യാത്തവന് മാത്രമേ പാപം ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. അവൻ്റെ രക്തത്തിന് മാത്രമേ പിതാവായ ദൈവം അംഗീകരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. അവൻ 33 കൊല്ലക്കാലം ഒരു പാപം പോലും പറ്റാതെ ഭൂമിയിൽ ജീവിച്ച് ഒരു ദൈവിക കുഞ്ഞാടായി തീർന്നു. യാഗമർപ്പിക്കാൻ കൊള്ളാവുന്ന ഒരു കുഞ്ഞാടായി തീർന്നു. പാപമില്ലാത്തവനായി തീർന്നു. അവൻ്റെ രക്തമാണ് പിതാവ് മാനിക്കുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പിതാവ് മാനിക്കുന്ന ഒരേ ഒരു കാര്യം, ആരെ പുത്രൻ്റെ നിഷ്കളങ്ക രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നുവോ അവരുടെ പാപങ്ങൾ ദൈവം കണക്കിടുന്നില്ല.
എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. യേശുക്രിസ്തുവിൻ്റെ രക്തമാണ് മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്നത്. ആ രക്തം കാണുമ്പോൾ പിതാവ് പിന്നെ ആ മനുഷ്യൻ്റെ പാപം കണക്കിലെടുക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഈ ബന്ധമാണ് നഷ്ടപ്പെടുത്തി കളയുന്നത്. ഈ പരിശുദ്ധമായ സത്യമാണ് നഷ്ടപ്പെടുത്തി കളയുന്നത്. ഈ വിശ്വാസമാണ് നഷ്ടപ്പെടുത്തി കളയുന്നത്. യേശുവിലുള്ള വിശ്വാസം, യേശുവിലുള്ള ദൈവസ്നേഹത്തിൻ്റെ വിശ്വാസം, യേശുവിൻ്റെ രക്തത്തിലുള്ള വിശ്വാസം, യേശുവിൻ്റെ പാപപരിഹാരത്തിൻ്റെ രക്തം പിതാവ് മാനിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ആ വിശ്വാസം നഷ്ടപ്പെടുത്തി കളയുന്നു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും മനുഷ്യനെ പഴയതിലേക്ക് തിരിക്കുന്നു. അതിനെ സാത്താൻ മിക്കവാറും ജയിക്കുകയും ചെയ്യുന്നു. എന്നാൽ സങ്കടം എന്നാന്ന് ചോദിച്ചാൽ, ഈ ബന്ധം നഷ്ടപ്പെട്ടുവെന്നോ ഈ ക്രൂശിക്കപ്പെട്ട യേശുവിനെ കണ്ണിന് മുമ്പിൽ നിന്ന് മാറിയെന്നോ അധികം പേരും ശ്രദ്ധിക്കുന്നില്ല. പഴയ പോലെ പ്രാർത്ഥനയുണ്ട്, യോഗത്തിന് പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, വേറെ ദിവസം വായിക്കുന്നുണ്ട്, വേല ചെയ്യുന്നുണ്ട്. ഇങ്ങനെയെല്ലാം ഓടി നടന്ന് ബന്ധം നഷ്ടപ്പെട്ടതിന് പ്രായശ്ചിത്തം ചെയ്യാൻ വ്യഗ്രതപ്പെടുന്ന ഒരു കൂട്ടം ജനമുണ്ട്. ബന്ധം നഷ്ടപ്പെട്ടു, കൃപ നഷ്ടപ്പെട്ടു, ആത്മാവ് നഷ്ടപ്പെട്ടു, വിടുതൽ നഷ്ടപ്പെട്ടു, ആ സ്വർഗരാജ്യത്തിലേക്ക് പ്രാഗൽഭ്യത്തോടെ പ്രാർത്ഥിക്കാനുള്ള കൃപയൊക്കെ നഷ്ടപ്പെട്ടു. എന്നാൽ എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു? എവിടെ വെച്ച് നഷ്ടപ്പെട്ടു? എങ്ങനെ നഷ്ടപ്പെട്ടു? എനിക്കതും തിരികെ കിട്ടണമല്ലോ എന്നുള്ള ദാഹം മനുഷ്യനെ ബാധിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. വീണ് കിടക്കുന്ന അവസ്ഥയിൽ കിടക്കുകയാണ്. എന്നാൽ എനിക്ക് എഴുന്നേൽക്കണം, എൻ്റെ കർത്താവിനെ എഴുന്നേൽപ്പിക്കും. ഞാൻ അവനോട് ഒരു കാര്യം പറയുകയാണ്. നഷ്ടപ്പെട്ടു പോയ തീരുമാനം ഞാൻ പുതുക്കുകയാണ്, വിശ്വാസം ഞാൻ പുതുക്കുകയാണ്, എൻ്റെ തെറ്റ് ഞാൻ ഏറ്റു പറയുകയാണ്, എവിടെയാണ് പാളിച്ച വന്നതെന്ന് ഞാൻ കണ്ടുപിടിക്കുകയാണ്. പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും പരിശുദ്ധാത്മാവ് വ്യാപരിക്കും. നമുക്ക് പാപവും തരും, നമുക്ക് കുറ്റബോധം തരും. വീണത് എവിടെയാണെന്ന് മനസ്സിലാക്കും, എവിടെയാണ് ശത്രു കയറിയെന്ന് മനസ്സിലാക്കും. അവനോട് യാത്ര പറയാനുള്ള കൃപ നമുക്ക് കിട്ടും. വീണ്ടും യഥാസ്ഥാനപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ പകർന്നു തരണമെങ്കിൽ ക്രിസ്തുവിന് മാത്രമേ സാധിക്കുള്ളൂ. യോഹന്നാൻ സുവിശേഷം 14-15 വാക്യം നമുക്ക് വായിച്ചു നോക്കി അറിയാം. ഒരു മനുഷ്യൻ്റെ ബന്ധനം അഴിച്ച് അവന് പരിശുദ്ധാത്മാവിനെ കിട്ടണമെങ്കിൽ പിതാവായ ദൈവത്തോട് പുത്രൻ ചോദിച്ചാൽ മാത്രമേ കിട്ടിയുള്ളൂ. യോഹന്നാൻ സുവിശേഷം 14-15 വാക്യം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ദൈവത്തിന് സ്തോത്രം. എന്നേക്കും സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടണമെങ്കിൽ യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് ചോദിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ യേശുക്രിസ്തു നമുക്ക് സമീപത്തുണ്ട്. യേശുക്രിസ്തു നമ്മളോട് വാദിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ആത്മാവിനെ തരാം, ഞാൻ നിങ്ങളുടെ ബന്ധനം അഴിച്ചു തരാം, മടങ്ങി വരിക. എൻ്റെ ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു വിലയേറിയ തൻ്റെ ജീവിതം കൊടുത്ത് നേടിയെടുത്ത വീണ്ടെടുപ്പും മനുഷ്യൻ നിസ്സാരമാക്കി കളയുമ്പോൾ എൻ്റെ ദൈവം കരയുകയാണ്. ആ കരച്ചിലാണ് ഇന്ന് നിങ്ങൾ കേൾക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മടങ്ങി വരാം. അനുതാപ വാക്യങ്ങളോട് ചെല്ലുക, ഹൃദയങ്ങളെ തന്നെ കീറിക്കൊണ്ട് ചെല്ലുക. കർത്താവേ, എനിക്ക് തെറ്റു പറ്റിപ്പോയി, എനിക്ക് മണ്ടത്തരം പറ്റിപ്പോയി, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, പിശാചിൻ്റെ ആലോചനയ്ക്ക് ചെവി കൊടുത്തെന്ന് അറിയാതെ ജീവിച്ചു പോയി, എനിക്ക് ലോകത്തോടുള്ള ഒരു ആവലാതി വന്നുപോയി, എനിക്ക് ഭാരങ്ങൾ കയറിപ്പോയി, എൻ്റെ ചിന്തകൾ ഡൈവേർട്ട് ചെയ്ത് പോയി. കർത്താവേ, നിത്യജീവനായിരുന്നില്ല എൻ്റെ വിഷയം, യേശുവിനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതായിരുന്നില്ല എൻ്റെ വിഷയം, യേശുവിനെ സ്നേഹിക്കുക എന്നുള്ളതായിരുന്നില്ല എൻ്റെ വിഷയം. അതുകൊണ്ട് കർത്താവേ, തെറ്റുപറ്റിപ്പോയി, മടങ്ങി വരാം. എൻ്റെ ദൈവം ഓരോരുത്തരെയും വിളിക്കുകയാണ്. നിങ്ങൾക്ക് മടങ്ങി വരാം, പഴയ അവസ്ഥയിലേക്ക് മടങ്ങി വരാം, ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരാം. യേശുക്രിസ്തുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവേ, അനുതാപ വാക്യങ്ങളോടെ കടന്നു വന്നാൽ നിങ്ങളെ സ്വീകരിക്കുന്നവനാണ് ഞാൻ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുങ്ങളെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. യേശുക്രിസ്തു മടങ്ങി വരുവാനായി ക്ഷണിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വ്യാപരിക്കുകയാണ്. സ്വർഗം നിങ്ങളുടെ പിന്നാലെ നിൽക്കുകയാണ്. സഹോദര, കഴിഞ്ഞ കാലങ്ങളോട് യാത്ര പറഞ്ഞ് നീ മടങ്ങി വരിക. ദൈവസ്നേഹം നീ കാണുക. ദൈവം നിന്റെ പിന്നാലെ വരുന്നത് നീ കാണുക. ആത്മാവ് വ്യാപരിക്കുന്നത് കാണുക. ഇതാ തീമതിൽ സംരക്ഷണം നിനക്ക് തരാമെന്നാണ് പറഞ്ഞത്. സ്വർഗത്തിലെ ജീവനുള്ള ദൈവം ഓരോ മനുഷ്യൻ്റെയും പിന്നാലെ പോകുന്നു. നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം. ദൈവസ്നേഹത്താൽ നിറയാം. ദൈവനാമം മാത്രം മഹത്വപ്പെടാനിടയാകട്ടെ.